എല്ലാവർക്കും +1 അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന അധ്യായമാണ് ഇന്ന് പഠിക്കുന്നത്. സാധാരണയായി നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ജേണലിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ജേണൽ എൻട്രി, ജേണൽ എങ്ങനെ തയ്യാറാക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ജേണൽ എൻട്രി എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക, ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിവരമൊക്കെ ഈ അധ്യായം പഠിക്കാൻ നമുക്ക് ആവശ്യമാണ്. നമുക്കിവിടെ ആദ്യമായി എന്താണ് ട്രയൽ ബാലൻസ് എന്ന് മനസ്സിലാക്കാം. ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് prepared on a particular date to ascertain the arithmetical accuracy of the ledger accounts. Trial balance എന്ന് പറഞ്ഞാൽ എന്താണ്? It is a list of debit and credit balances of all ledger accounts. എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് ബാലൻസുകളും ക്രെഡിറ്റ് ബാലൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ദിവസമാണ്. ആ തീയതിയെപ്പറ്റി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗണിതശാസ്ത്രപരമായ കൃത്യത കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതായത് ലെഡ്ജർ അക്കൗണ്ടുകൾ ഗണിതശാസ്ത്രപരമായി കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രധാനമായിട്ടും തയ്യാറാക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം എന്താണ്? ലെഡ്ജർ അക്കൗണ്ടുകൾ ഗണിതശാസ്ത്രപരമായി കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തീയതിയിൽ തയ്യാറാക്കുന്ന മുഴുവൻ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് ബാലൻസുകളും ക്രെഡിറ്റ് ബാലൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് prepared on a particular date to ascertain the arithmetical accuracy of the ledger accounts. There are certain objectives of trial balance. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിൻ്റെ ലക്ഷ്യങ്ങൾ. അതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്? ഫസ്റ്റ്, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുതന്നെയാണ് ഒന്നാമത്തത്. ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഒന്നാമത്തത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്? ഒന്നാമത്തത് ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗണിതശാസ്ത്രപരമായ കൃത്യത കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ലെഡ്ജർ അക്കൗണ്ടുകളിൽ കൂട്ടിയത്, കുറച്ചത്, ബാലൻസ് ചെയ്തത്, അക്കൗണ്ടിൽ കാണിച്ചത്, ഫിഗേഴ്സ് ഒക്കെ ഗണിതശാസ്ത്രപരമായിട്ട് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. രണ്ടാമത്തേത് എന്താണ്? തെറ്റുകൾ കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജേണൽ എൻട്രിയോ ലെഡ്ജറിലെ പോസ്റ്റിങ്ങോ അതിൻ്റെ ഫിഗേഴ്സിലോ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. മൂന്നാമത്തെ ലക്ഷ്യം, ടു ഹെൽപ്പ് ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കുക എന്നതാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം. എന്താണ് ഫൈനൽ അക്കൗണ്ട്സ്?
നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു അധ്യായമാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ അന്ന് മനസ്സിലാക്കും. അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ അവസാനം തയ്യാറാക്കുന്ന 2 അക്കൗണ്ടുകളാണ് പ്രധാനമായിട്ടും ഫൈനൽ അക്കൗണ്ട്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് ഇവ രണ്ടും. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അതാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഇവ തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കുക എന്നതാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ 3ാമത്തെ ലക്ഷ്യം. ഈ 3 ലക്ഷ്യങ്ങളാണ് സാധാരണയായിട്ട് ട്രയൽ ബാലൻസിന് ഉള്ളത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ? എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്? ഫസ്റ്റ്, ടു അസർട്ടൈൻ ദി അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്സ്. സെക്കൻഡ്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. ആൻഡ് ലാസ്റ്റ്, ടു ഹെൽപ്പ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഇനി പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകതകൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പ്രത്യേകത, ഫസ്റ്റ് ഫീച്ചേഴ്സ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ഡേറ്റിലാണ്. അതാണ് ട്രയൽ ബാലൻസിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. എല്ലാ ദിവസവും തയ്യാറാക്കുന്ന ഒന്നല്ല ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഇത് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ദിവസമാണ്. അതിനെയാണ് സ്പെസിഫിക് ഡേറ്റ് എന്ന് പറയുന്നത്. തോന്നും പോലെ തയ്യാറാക്കുന്ന ഒന്നല്ല ട്രയൽ ബാലൻസ്. അത് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ദിവസമാണ്. ഇതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് എൻ അക്കൗണ്ട്. ട്രയൽ ബാലൻസ് ഈസ് നോട്ട് എൻ അക്കൗണ്ട്. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല. ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് ഈസ് നോട്ട് എൻ അക്കൗണ്ട്. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല. തേർഡ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ബാലൻസസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും മൂന്നാമതായിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്? ഇതൊരു ലിസ്റ്റാണ്, അഥവാ ഇതൊരു പ്രസ്താവനയാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഉൾപ്പെടുന്നത്? എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് ഡെബിറ്റ് ബാലൻസസും ക്രെഡിറ്റ് ബാലൻസസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ഇതാണ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത ശ്രദ്ധിക്കുക. ട്രയൽ ബാലൻസിൻ്റെ നാലാമത്തെ പ്രത്യേകത, ഡിഫറൻസസ് ഇൻ ദി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ഓഫ് ദി ട്രയൽ ബാലൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സം മിസ്റ്റേക്സ് ഹാവ് ബീൻ കമ്മിറ്റഡ്. ട്രയൽ ബാലൻസിന് 2 കോളംസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏതൊക്കെയാണ് ആ കോളംസ്. ഡെബിറ്റ് കോളംസ് ആൻഡ് ക്രെഡിറ്റ് കോളംസ്. ആ ഡെബിറ്റ് കോളംസിലും ക്രെഡിറ്റ് കോളംസിലും ഉള്ള തുകയുടെ ടോട്ടൽ തുല്യമായിരിക്കണം. അതിലെന്തെങ്കിലും വ്യതിയാനമുണ്ടെങ്കിൽ, അതായത് ഡെബിറ്റ് കോളംസിൻ്റെ ടോട്ടലും ക്രെഡിറ്റ് കോളത്തിലെ തുകയുടെ ടോട്ടലും തമ്മിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടെങ്കിൽ അതെന്തിനെ കാണിക്കുന്നു? ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സം മിസ്റ്റേക്സ് ഹാവ് ബീൻ കമ്മിറ്റഡ്. അതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇതാണ് നാലാമത്തെ പ്രത്യേകത. എന്താണ് പ്രത്യേകത? ഡിഫറൻസസ് ഇൻ ദി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ഓഫ് ദി ട്രയൽ ബാലൻസ് ഇൻഡിക്കേറ്റ്സ് some mistakes have been committed. These are the important features of a
ട്രയൽ ബാലൻസ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുവപ്പിലായിരിക്കും കാണിക്കുക. അത് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ട്രയൽ ബാലൻസിലെ പ്രോബ്ലം ഭാഗമായ എങ്ങനെയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുക എന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും. വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു.